ഗവർണർ അടിമുടി പ്രകോപനമുണ്ടാക്കുന്നുവെന്ന് എം പി ഗോവിന്ദൻ. മുഖ്യമന്ത്രിക്കെതിരെയും കരിങ്കൊടി കാണിക്കുന്നുണ്ട്. പക്ഷേ ആത്മഹത്യാ സ്ക്വാഡ് പോലെ പ്രവർത്തിക്കരുത്. ഗവർണർക്ക് മുൻപിൽ ചാടിയാൽ അതും അംഗീകരിക്കില്ല. സർവകലാശാല ക്യാമ്പസിൽ ഗവർണർ താമസിക്കുന്നതിൽ എന്താണ് കുഴപ്പമെന്നും അദ്ദേഹത്തിന്റെ സംരക്ഷണം സർക്കാർ ഉറപ്പാക്കുമെന്നും എം പി ഗോവിന്ദൻ. കരിങ്കൊടി എല്ലാവരെയും കാണിച്ചിട്ടുണ്ട്, ഇനിയും കാണിക്കും. സമരത്തിന്റെ ഭാഗമായിട്ട് കരിങ്കൊടി കാണിക്കുന്നത് ഒരു തരത്തിലുള്ള ഉപേക്ഷിക്കേണ്ട ഒരു സമര പരിപാടിയാണ് എന്നും ഇതേവരെ ഞങ്ങളാരും തീരുമാനിച്ചിട്ടില്ല. മുഖ്യമന്ത്രിക്കെതിരായിട്ട് കരിങ്കൊടി കാണിക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ എത്ര സ്ഥലത്ത് കാണിച്ചിട്ടുണ്ട്. കാണിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ആത്മഹത്യാ സ്ക്വാഡ് പോലെ അതിൻ്റെ മുമ്പിലേക്ക് ചാടുന്ന പ്രശ്നമാണ് അന്നും പറഞ്ഞത് ഇന്നും പറഞ്ഞത്. അതിപ്പോൾ ഗവർണറുടെ മുമ്പിലേക്ക് ചാടുന്ന ഒരു നിലപാട് വന്നാൽ അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. സർവകലാശാലകളിൽ ഭരണഘടനാ തത്വങ്ങൾ കാറ്റിൽ പറത്തിയെന്ന് എം പി ഗോവിന്ദൻ. ഗവർണറുടേത് രാഷ്ട്രീയ ഇടപെടലാണ്. സാംസ്കാരികരഹിതമായ പ്രവർത്തനവും ഭീഷണിയും ഉപയോഗിക്കുന്ന നിലയിലേക്ക് ഗവർണർ തരം താഴ്ന്നു. ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളോട് ഗവർണർ നടത്തിയ പരാമർശങ്ങൾ സാധാരണ പൌരന് പോലും ചേരുന്നതാണോ എന്ന് സ്വയം പരിശോധിക്കണം. സംഘപരിവാർ വിഭാഗങ്ങളെ സർവകലാശാലകളിൽ തിരുകിക്കയറ്റി രാഷ്ട്രീയം കളിക്കുന്ന നിലപാടാണ് ഗവർണർക്കെന്നും എം പി ഗോവിന്ദൻ പ്രതികരിച്ചു. ആ ബന്ധം വെച്ചുകൊണ്ട് അവരുടെ അജണ്ട ഔപചാരികമായിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് ഗവർണർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിപ്പോഴും എല്ലാവർക്കും വ്യക്തമായി. കൃത്യമായ രാഷ്ട്രീയ ഇടപെടലാണ്. സംസ്കാരരഹിതമായ പ്രവർത്തനവും ഭീഷണിയുമെല്ലാം ഉപയോഗിക്കുന്ന ഒരു നിലയിലേക്ക് ഗവർണർ തരം താണിരിക്കുകയാണ്. ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളോട് ഗവർണർ നടത്തിയ പരാമർശങ്ങൾ ഒരു സാധാരണ പൗരന് പോലും യോജിച്ചതാണോ